ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 1 രാജാക്കന്മാർ 4-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. ഈ 4-ാം അധ്യായത്തിൽ ശലോമോൻ്റെ ഭരണ സംവിധാനമാണ് നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിൽ ദൈവം ഞാൻ എന്ത് തരണമെന്ന് ചോദിച്ചപ്പോൾ ജനത്തെ ഭരിക്കുവാനുള്ള അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുവാനുള്ള ജ്ഞാനം, വിവേകം എനിക്ക് തരണമെന്ന് സോളമൻ പ്രാർത്ഥിച്ചു. ദൈവം അത് സോളമന് നൽകുന്നു. അതോടൊപ്പം സകല സമ്പത്തും അദ്ദേഹത്തിന് നൽകുകയാണ്. അതിനുശേഷം അദ്ദേഹം രാജ്യഭരണത്തിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യുകയാണ്. ഇപ്പോൾ ഇസ്രായേലും യഹൂദിയായാലും എല്ലാം മൊത്തത്തിൽ സോളമൻ്റെ അധീനതയിലായി. ദാവീദ് വാഴുന്ന സമയത്ത് കുറേ ഭാഗങ്ങൾ അദ്ദേഹത്തെ അനുകൂലിച്ചു, കുറേ ഭാഗം എതിർത്ത കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സോളമനെ എല്ലാവരും അധീനപ്പെട്ട് എല്ലാ ഇസ്രായേൽ യഹൂദിയ സമൂഹത്തെ മുഴുവൻ ഒന്നായി ഭരിക്കാനുള്ള വലിയ അവകാശം സോളമന് ഇവിടെ ലഭിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ഭരണ സംവിധാനത്തിനായി കാര്യവിചാരകന്മാരെ, പുരോഹിതന്മാരെ, സൈന്യാധിപന്മാരെ, മേൽവിചാരകൻ, കൊട്ടാര അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെ വിചാരിപ്പുകാരെ, അടിമകളുടെ മേൽനോട്ടം വഹിക്കാനുള്ള ആളുകളെ, അങ്ങനെ എല്ലാത്തിനുമുള്ള ഭരണ സംവിധാനം അദ്ദേഹം ചെയ്തു. 7-ാം വാക്യം നമ്മൾ വായിക്കുന്ന ഓരോ മാസത്തേക്കും രാജാവിനും രാജകൊട്ടാരത്തിലുള്ളവർക്കും ഭക്ഷിക്കുവാൻ തക്കവണ്ണം ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ തന്നെ 12 പേര് ഓരോ മാസവും ഓരോരുത്തരെ ഓരോ പ്രദേശത്ത് കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്തു. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശത്തുമുള്ള ആളുകൾക്ക് രാജാവുമായി ബന്ധമുണ്ടാകാനും അവരുമായിട്ടുള്ള ഒരു സംഭാഷണം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ക്രമീകരണം കൂടി അവിടെയുണ്ട്. അപ്രകാരമുള്ള വിശാല ഹൃദയത്തോടു കൂടിയുള്ള വലിയ ഒരു ഭരണ സംവിധാനം സോളമൻ ചെയ്യുകയാണ്. എല്ലാ പ്രദേശത്തു നിന്ന് ഭക്ഷണസാധനം കൂടി അവരോടെല്ലാം രാജാവിനൊരു കടപ്പാട്, അവർക്കെല്ലാം രാജാവിനോടൊരു വലിയ ബന്ധം. അല്ലാതെ രാജാവ് എല്ലാവരുടെയും ഇത് പണം മേടിച്ച് തൻ്റെ ഇഷ്ടം പോലെ ചെയ്യുകയല്ല. രാജാവിന് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണ സാധനങ്ങൾ വരെ ജനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ ജനങ്ങളുമായിട്ടുള്ള അഭേദ്യമായ ഒരു വലിയ ബന്ധം സ്ഥാപിക്കാൻ ഈ രാജാവിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ധാരാളം പട്ടണങ്ങളുണ്ടാക്കി. യഹൂദ്യ ദേശത്ത്, അത് അവിടെ നിന്ന് വളരെ വിദൂരസ്ഥമാണല്ലോ, അവിടുത്തെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഒരു കാര്യവിചാരകനെ ആ പ്രദേശത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു അധിപനെയും അദ്ദേഹം അവിടെ നിയമിക്കുന്നതായി നമ്മൾ കാണുന്നു. 20-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ജനം കടൽത്തീരത്തെ മണലുപോലെ വർദ്ധിച്ചുവെന്നാണ്. അവർക്ക് ധാരാളം അവർ ഉല്ലാസഭരിതരായി ജീവിച്ചു. കാരണം യുദ്ധമില്ല. നമ്മൾ വായിക്കുന്നു, അയൽ രാജ്യങ്ങളിലുള്ള സകല രാജാക്കന്മാരും ശലോമോന് കീഴടങ്ങിയിരുന്നു. എല്ലാവരുമായി അദ്ദേഹം വലിയ സ്നേഹബന്ധത്തിലായിരുന്നു. ഇതിനു മുൻപ് ദാവീദിൻ്റെ കാലത്തൊക്കെ അതിനു മുൻപ് എപ്പോഴും യുദ്ധങ്ങളാണ്. സോളമന് യുദ്ധതൽപരനായ ഒരു രാജാവായിരുന്നില്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ശത്രുക്കളില്ലായിരുന്നു. അതുകൊണ്ട് ജനങ്ങളെല്ലാ രാജാക്കന്മാരും അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും അദ്ദേഹത്തിൻ്റെ ആ വലിയ ദൈവം കൊടുത്ത വലിയ ആ നേതൃത്വ പാടവം, അത് മുഖാന്തരം അദ്ദേഹം ജനങ്ങളെ വഴി നടത്തുന്നതായി നമ്മളിവിടെ കാണുന്നുണ്ട്. എല്ലാ രാജാക്കന്മാരും അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവാനുഗ്രഹമുള്ള നേതാക്കന്മാർ സഭയിലായാലും സമൂഹത്തിലായാലും ഉണ്ടായാൽ ഇതാണ് ഉണ്ടാകുന്ന വലിയ അനുഗ്രഹമെന്ന് പറയുന്നത്. ശത്രുക്കൾ പോലും മിത്രങ്ങളായിത്തീരുന്ന വലിയ ദൈവാനുഭവം അവിടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കാരണം സോളമന് ജ്ഞാനത്തോടും വിവേകത്തോടും കൂടി കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള കഴിവ് ദൈവം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ദേശത്ത് സന്തോഷവും സമാധാനവും വലിയ സമ്പൽ സമൃദ്ധിയുമൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ്. 29-ാം വാക്യം നമ്മൾ പ്രത്യേകം വായിക്കുക. ദൈവം സോളമന് എന്ത് കൊടുത്തു? അളവറ്റ ജ്ഞാനം, ഉൾക്കാഴ്ച, കടൽത്തീരം പോലെ വിശാലമായ ഹൃദയം നൽകി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സങ്കുചിത മനോഭാവം ശലോമോന് ഒട്ടുമില്ലായിരുന്നു. അവന് അളവറ്റ ജ്ഞാനം, ഉൾക്കാഴ്ച, കടൽത്തീരം പോലെ വിശാലമായ ഹൃദയം, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയം,
ഇന്ന് നേതൃത്വം നൽകുന്നവർക്ക് ഈ ഒരു വിശാല ഹൃദയമോ ഉൾക്കാഴ്ചയോ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ശത്രുക്കൾ കൂടുതൽ അവർക്ക് ഉണ്ടാകുന്നതെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാമല്ലോ, അന്ന് അതായത് പിന്നെ നമ്മൾ വായിക്കുന്നു, പൗരസ്ത്യ ദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു ശലോമോൻ്റെ ജ്ഞാനം. നമ്മുടെ കർത്താവ് ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ ഈ പൗരസ്ത്യ ദേശത്ത് നിന്ന് വിദ്വാൻമാർ, ജ്ഞാനികൾ വന്ന് കർത്താവിനെ അന്വേഷിച്ചു വരുന്നതും പൊന്നും മൂരും കുന്തിരിക്കും ഒക്കെ കാഴ്ചവെക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. കാരണം അവൻ്റെ രാജ്യത്വം, പ്രവാചകത്വം, മനുഷ്യത്വം ഒക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ദൈവികമായ ജ്ഞാനത്താൽ. അവർ കിഴക്ക് കണ്ട നക്ഷത്രം നോക്കി യാത്ര ചെയ്തതായി നമ്മൾ വായിക്കുന്നുണ്ട്. അത്രമാത്രം പ്രകൃതിയെയും അതിനുള്ള സകലത്തെയും കുറിച്ചുള്ള വിവേചന ബുദ്ധിയും അറിവും അവർക്കുണ്ടായിരുന്നു. അവരെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള ജ്ഞാനവും അറിവും ശലോമോനുണ്ടായി എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് 32 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. 3000 സുഭാഷിതങ്ങളെ, 1005 ഗീതങ്ങളൊക്കെ അദ്ദേഹം രചിച്ചതായിട്ട്. അങ്ങനെ സുഭാഷിതങ്ങളും ഗീതങ്ങളൊക്കെ രചിക്കണമെങ്കിൽ സ്വസ്ഥതയുള്ള മനസ്സുണ്ടാവണം, സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കാൻ സാധിക്കണം. ദാവീദ് 150 സങ്കീർത്തനങ്ങൾ അദ്ദേഹം രചിച്ചു. അത് ഓടിപ്പോയ പോക്കത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് അദ്ദേഹം ചെയ്തത്. സോളമനെ സംബന്ധിച്ചിടത്തോളം സമാധാനമുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും എഴുതാനും വായിക്കാനും പറയാനുമുള്ള വലിയ കഴിവ് അദ്ദേഹത്തിന് അവിടെ ലഭ്യമാവുകയാണ്. നമ്മൾ വായിക്കുന്ന ലെബാനോനിലെ ദേവദാരു പോലെ പായൽ വരെയുള്ള സസ്യങ്ങളെക്കുറിച്ച് ഏറ്റവും മനോഹരവും ഏറ്റവും അത്യുഗ്രവുമായ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ലെബാനോനിലെ ദേവദാരു എന്ന് പറയുന്നത്. അതുമുതൽ കടൽത്തീരത്തെ പായൽ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. മൃഗങ്ങൾ, പക്ഷികൾ, ഇഴജന്തുക്കൾ, മത്സ്യങ്ങൾ എല്ലാറ്റിനെക്കുറിച്ചും പ്രതിപാദിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ അത് കേൾക്കുവാൻ വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരും ജ്ഞാനികളൊക്കെയും ശലോമോനെ കാണാനും കേൾക്കാനും എത്തിയിരുന്നതാണ്. കുറേ ഹെലനി രാജ്ഞി ശലോമോൻ്റെ ജ്ഞാനം അന്വേഷിച്ച് അത് കേൾക്കാൻ വന്ന കാര്യം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ ഒരു 38 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അത്രമാത്രം മറ്റുള്ള രാജ്യത്ത് ധാരാളം ആളുകൾ ശലോമോൻ്റെ ജ്ഞാനം അന്വേഷിച്ച് അദ്ദേഹത്തെ കേൾക്കുവാൻ അവിടെ കടന്നു വന്നിരുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇപ്രകാരം സങ്കുചിത മനോഭാവമില്ലാത്ത വിശാല ഹൃദയമുള്ള ജ്ഞാനമുള്ള നേതാക്കന്മാർ സഭയിലും സമൂഹത്തിലും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കും അങ്ങനെയുള്ളൊരു മനോഭാവം ഉണ്ടാകണം. സങ്കുചിത മനോഭാവം പൈശാചികമാണ്, വിശാല ഹൃദയമാണ്. അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനോഭാവം, എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള ബോധ്യം, എല്ലാവരുടെയും നല്ല വശവും ബലഹീനമായ വശങ്ങളും ഒക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് അവരോട് പ്രതികരിക്കാനുമുള്ള കഴിവ് നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദേവാലയം നമ്മൾ വായിച്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളാണ്. കർത്താവ് ഒരിക്കൽ 5 അപ്പം കൊണ്ട് 5000 പേരെ അല്ലെങ്കിൽ സംതൃപ്തരാക്കിയ ശേഷം പിറ്റേ ദിവസം ശിഷ്യന്മാരോട് പറയാതെ വേറെ ദേശത്തേക്ക് പോയപ്പോൾ ജനം പിറ്റേ ദിവസം മുതൽ യേശുവിനെ പ്രഭാതം മുതൽ അന്വേഷിച്ചാൽ നമ്മൾ കാണുന്നുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോൾ കർത്താവിനൊരു പടകിൽ കണ്ടെത്തി അവർ വളരെ പരിഭവത്തോടും ദുഃഖത്തോടും പറഞ്ഞു, നീ ഞങ്ങളോട് പറയാതെ പൊക്കളഞ്ഞത് എന്താണ്? യേശുവോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്ന അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ തലേ ദിവസം അപ്പം തിന്ന് സംതൃപ്തമായതുകൊണ്ട് ഇനി അന്വേഷിച്ചാൽ ഭൗതികമായ അപ്പം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന നമുക്കും പലപ്പോഴും നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഈ ഒരു മനോഭാവത്തോടു കൂടിയാണല്ലോ, ഭൗതികമായതിനു വേണ്ടി മാത്രം. അതിൽ നിന്ന് വ്യത്യസ്തമായി അടയാളങ്ങളും അത്ഭുതങ്ങളും അല്ലെങ്കിൽ ദൈവത്തെ കാണുവാനും അറിയുവാനുമുള്ള മനോഭാവം നമുക്കുണ്ടാകണം. അപ്രകാരമുള്ള ജ്ഞാനത്തിനു വേണ്ടി, വിവേകത്തിനു വേണ്ടി ദൈവസ്ഥലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടൊപ്പം നിങ്ങൾക്ക് സകലവും ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ആ ജ്ഞാനത്തിനു വേണ്ടി, വിവേകത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി ദൈവസ്ഥലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.